ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 ഏപ്രിൽ 1 മുതൽ 7 വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. 2025 ആബേൽ പ്രൈസ് ജേതാവ് മസാക്കി കഷിവാര. മസാക്കി കഷിവാരയാണ് 2025 ആബേൽ പ്രൈസ് ജേതാവ്. 2026-2027 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷം ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. കേരളത്തിലാണ് 2026-2027 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷം ആക്കുവാൻ തീരുമാനിച്ചത്. മ്യാൻമാർ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മയാണ് മ്യാൻമാർ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. സമാധാനത്തിനും ദീർഘവീക്ഷണമുള്ള ഭരണത്തിനുമുള്ള 2025 ഗോൾഡൻ മെർക്കുറി അവാർഡ് ലഭിച്ചത് ദലൈലാമ. ദലൈലാമയ്ക്കാണ് സമാധാനത്തിനും ദീർഘവീക്ഷണമുള്ള ഭരണത്തിനുമുള്ള 2025 ഗോൾഡൻ മെർക്കുറി അവാർഡ് ലഭിച്ചത്. 2025 ലോക ബോക്സിംഗ് കപ്പിന് വേദിയാകുന്ന രാജ്യം ബ്രസീൽ. 2025 ലോക ബോക്സിംഗ് കപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. ആതിഥേയ രാജ്യങ്ങൾക്ക് ശേഷം 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യം ജപ്പാൻ. ആതിഥേയ രാജ്യങ്ങൾക്ക് ശേഷം 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ രാജ്യമാണ് ജപ്പാൻ. 2025 മാർച്ചിൽ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരം വന്ദന കത്താരിയ. വന്ദന കത്താരിയയാണ് 2025 മാർച്ചിൽ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ താരം. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന വൈൻ ബ്രാൻഡ് നിള. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന വൈൻ ബ്രാൻഡാണ് നിള. 2025 ഇന്ത്യയും ഗ്രീസും തമ്മിൽ നടത്തുന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം ഇനിയോച്ചസ്. 2025 ഇന്ത്യയും ഗ്രീസും തമ്മിൽ നടത്തുന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോച്ചസ്. 2025 മാർച്ചിൽ ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവ തന്മാത്രയെ കണ്ടെത്തിയ നാസയുടെ റോവർ ക്യൂരിയോസിറ്റി. 2025 മാർച്ചിൽ ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവ തന്മാത്രയെ കണ്ടെത്തിയ നാസയുടെ റോവറാണ് ക്യൂരിയോസിറ്റി. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം. കണ്ണപുരം ആണ് കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയേലിൻ്റെ പ്രതിമ സ്ഥാപിതമാകുന്ന നഗരം തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയേലിൻ്റെ പ്രതിമ സ്ഥാപിതമാകുന്നത്. ലോകത്ത് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെടുന്ന ഇന്ത്യൻ കലാസൃഷ്ടി ഗ്രാമയാത്ര. ഗ്രാമയാത്രയാണ് ലോകത്ത് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെടുന്ന ഇന്ത്യൻ കലാസൃഷ്ടി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്